രണ്ടാം കെട്ട്. രചന അന്നാബെൽ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അവന്റെ താലിയും സിന്ദൂരെ ഏറ്റുവാങ്ങുമ്പോൾ നെഞ്ചിൽ നീറ്റലും നെറ്റിയിൽ പൊള്ളലുമായിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മംഗല്യ സൂത്രം അണിഞ്ഞിരിക്കുന്നു. അവന്റെ മുഖത്തേക്ക് നോക്കാൻ എന്റെ അപരിഷതാബോധം അനുവദിച്ചില്ല. അവിവാഹിതനായ അദ്ദേഹം ഒരു രണ്ടാം കെട്ടുകാരിയെ ഭാര്യയാക്കിയതിലുള്ള തേജോവികാരം എന്താണെന്ന് ഈ ആലോചന വന്നപ്പോൾ മുതൽ ചിന്തയിലുണ്ട്. 6 വർഷം മുമ്പാണ് അജുവേട്ടൻ ആദ്യമായി കാണുന്നത്. പാർട്ടിക്കാരുടെ കൂടെ കൊടിയും പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് കോളേജിലേക്ക് പോകുന്ന അർജുൻ. അവനെല്ലാവർക്കും ഒരു ഹരമായിരുന്നു, ആവേശമായിരുന്നു. എന്നാൽ എനിക്കെൻ്റെ പ്രണയമായിരുന്നു. നേരിട്ട് പറയാനുള്ള പേടി കൊണ്ട് കൂട്ടുകാരുടെ സഹായത്തോടെ ഊമക്കത്തുകൾ അവന് വരുന്നതിന് മുമ്പേ അവൻ്റെ ക്ലാസ്സിൽ കൊണ്ടുവയ്ക്കും. അവൻ്റെ പേരെഴുതിയത് കണ്ടാൽ ഏത് കൊച്ചു കുഞ്ഞാണെങ്കിലും തുറന്നു നോക്കാതെ അവൻ്റെ കയ്യിലെത്തിക്കുമെന്നറിയും. അവളെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ തല്ലും കൊല്ലും തട്ടും തിന്നും. എന്തൊക്കെ പുകയിലായിരുന്നു. പിന്നെ രഹസ്യമായും പരസ്യമായും കത്തിൻ്റെ ഉടമയെ അന്വേഷിച്ച് നടക്കുന്നത് കുസൃതിയോടെയാണ് കണ്ട് രസിച്ചത്. ബ്ലൂ കളർ ഷർട്ടിട്ട് നാളെ വാഗമരത്തിൻ്റെ ചുവട്ടിൽ വരുമ്പോൾ ആ മുടിയൊക്കെ ഒന്ന് വെട്ടി കുളിച്ചേച്ചും വേണം വരാൻ. അന്ന് അങ്ങനെ ഒരു കത്തെഴുതി വെക്കുമ്പോൾ അജുവേട്ടൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ ചിരി. അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്നാണ് സത്യം. അല്ലെങ്കിലും ആ ചെക്കനെൻ്റെ ഉറക്കം കളഞ്ഞിട്ട് കുറച്ച് നാളായി. പതുങ്ങി ചെന്ന് ജനലിലൂടെ കത്ത് വെച്ച് തിരിയുമ്പോൾ ദാ നിൽക്കുന്നു തൊട്ടില്ലെന്ന മട്ടിൽ അർജുൻ. ബ്ലൂ ഷർട്ടും മടക്കി കുത്തിയ മുണ്ടും വെട്ടിയൊതുക്കിയ മുടി, ചന്ദനക്കുറി. അരെ വാ, അപ്പൊ പാർട്ടി ഉപേക്ഷിച്ചു? ചന്ദനക്കുറി കണ്ടപ്പോൾ തോന്നിയ സംശയമാണ്. കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അജുവേട്ടനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് കണ്ണീന്ന് പൊന്നീച്ച പറന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും മുട്ടുകൈക്ക് മുകളിൽ പിടിച്ച് താഴെ വീണനെ പൊക്കി 2 കൈകൾ കൊണ്ട് ചുമരോട് ചേർത്ത് ലോക്ക് ചെയ്ത് നോക്കി നിൽക്കുകയാണ് അർജുൻ. ബലിഷ്ഠമായ കൈകൊണ്ട് കവിളിൽ കുത്തിപ്പിടിച്ച് കണ്ണിലേക്കും ചുണ്ടിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട്, നിനക്കിനെ ഇഷ്ടമാണോടി എന്നുള്ള ചോദ്യത്തിൽ തലയാട്ടുമ്പോഴും വേദന കൊണ്ട് കണ്ണു നിറഞ്ഞിരുന്നു. അത് കേൾക്കേണ്ട താമസം വലിച്ച് നെഞ്ചിലേക്ക് ഇറുകെ പുണർന്നു. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടം അതെന്ന് തോന്നിയ ആ നിമിഷം. പിന്നീട് കോളേജ് മൊത്തം ഏറ്റെടുത്ത പ്രണയമായിരുന്നു ഞങ്ങളുടേത്. അർജുന്റെ പെണ്ണെന്ന് പറയുമ്പോൾ ബഹുമാനവും ഭയവും ആരാധനയും അസൂയയും എല്ലാം പല കണ്ണുകളിലും കണ്ടു. മറ്റുള്ളവരുടെ അടുത്ത് ചൂടനും തല്ലുകൊള്ളിയുമാണെങ്കിലും എൻ്റെ അടുത്ത് പൂച്ചക്കുഞ്ഞാണ്. ജോലിയായിട്ട് പെണ്ണ് ചോദിച്ച് വീട്ടിൽ വരാൻ പറഞ്ഞപ്പോൾ പാർട്ടിയും ചിങ്കിടികളെയും വിട്ട് ജോലിക്ക് ശ്രമിച്ചു തുടങ്ങി. ഞങ്ങളുടെ വിവാഹം 2 വീട്ടുകാരുടെയും അനുഗ്രഹത്തോടെ നടന്നു. അജുവേട്ടൻ്റെ അമ്മയ്ക്കും അച്ഛനും ഞാൻ സ്വന്തം മകളായി കണ്ടു. പലപ്പോഴും അജുവേട്ടൻ ജോലി തിരക്കിലാണെങ്കിൽ അച്ഛനും അമ്മയും എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകും, ഡ്രസ്സ് എടുത്ത് തരും, ഫുഡ് വാങ്ങിത്തരും. ഒരിക്കൽ അജുവേട്ടനോട് ദേഷ്യപ്പെട്ടപ്പോൾ അച്ഛൻ അജുവേട്ടനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് വരെയുണ്ട്. ഒരു കൊച്ചു സ്വർഗമായിരുന്നു അത്. ദൈവങ്ങൾക്ക് പോലും അസൂയ തോന്നിയതുകൊണ്ടാവും വളരെ ചെറുപ്രായത്തിൽ ബ്ലഡ് ക്യാൻസറിന്റെ രൂപത്തിൽ അജുവേട്ടനെ ഞങ്ങളിൽ നിന്ന് കവർന്നെടുത്തു. അറിഞ്ഞു 3 മാസം മാത്രമേ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ വിട്ടു പോകുന്നവരെ അജുവേട്ടന്റെ വിഷമവാദിയും എന്നെക്കുറിച്ച് ഓർത്തായിരുന്നു. 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും അജുവേട്ടന്റെ അച്ഛനും അമ്മയും എന്നെ പുനർവിവാഹത്തിന് നിർബന്ധിച്ചു. എല്ലാ മാതാപിതാക്കളും ചിന്തിച്ചെന്ന് വരില്ല, പക്ഷെ അജുവേട്ടന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ എന്നും കണ്ണീരായിരുന്നു. എൻ്റെ ജീവിതം അവരുടെ മകനെ ഓർത്ത് പാഴാക്കരുതെന്ന് പറഞ്ഞു. അജുവേട്ടൻ്റെ ഓരോ കണികയും എൻ്റെ ശരീരത്തിലും മനസ്സിലുമുള്ളപ്പോൾ അതെനിക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞിട്ടു. തുടർച്ചയായി 3 വർഷം അച്ഛനും അമ്മയും കാലുപിടിച്ച് കെഞ്ചുന്ന കാണെ ആരാണെന്ന് നോക്കാതെ സമ്മതം കൊടുക്കുകയായിരുന്നു. കെട്ടിയോ മരിച്ച് ചൂടാറു മുമ്പേ അവള് വേറെ കെട്ടാൻ പോണു. പുനർവിവാഹത്തെക്കുറിച്ച് അറിഞ്ഞ സമൂഹത്തിൽ പലർക്കും മുറുമുറുപ്പും പരിഹാസവും നിറഞ്ഞു. അവള് ജീവിതകാലം മുഴുവൻ വിധവയായി 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയിട്ടല്ല എൻ്റെ മകനോടുള്ള സ്നേഹം കാണിക്കേണ്ടത്. അവള് സന്തോഷമായിട്ട് പുതിയ ജീവിതത്തിലേക്ക് അടക്കുമ്പോഴാ എൻ്റെ മകനെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. അത് മതി എനിക്ക്. മുറുമുറുപ്പുകൾക്കുള്ള അച്ഛൻ്റെ മറുപടി. മണിയറയിലിരിക്കുമ്പോഴും മനസ്സ് നിറയെ ആശങ്കകളും ഒരു പിടി ചോദ്യങ്ങളുമായിരുന്നു. പെണ്ണ് കാണൽ ചടങ്ങിൽ ഞാൻ നോക്കിയ പോലുമില്ല. പക്ഷെ അവർക്ക് സമ്മതമാണെന്ന് അന്ന് തന്നെ മറുപടിയും വന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായ രീതിയിൽ. എന്നെ വിവാഹം കഴിക്കാനുള്ള കാരണം എന്താ? മനസ്സിൽ വീർപ്പ് മുട്ടിയ ചോദ്യം മുഖവരില്ലാതെ പുറത്തേക്ക് വന്നു. അറിയാം, അജുവേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. സന്ദീപിനെ കണ്ടോ? ഇല്ല, എൻ്റെ ഏട്ടനാ. മനസ്സിലൊരു ഞെട്ടലാണ് ഉണ്ടായത്. എങ്ങനെ കാണാനാണ്? പെണ്ണ് കാണലില്ലെന്ന് കുനിഞ്ഞ തല ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവൻ പൊടുന്നതിന് അവിടെ കയ്യും പിടിച്ച് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി സന്ദീപിന്റെ മുമ്പിൽ വന്ന് നിന്നു. പഠിക്കുന്ന കാലം തൊട്ട് അർജുൻ സന്ദീപ് കൂട്ടുകെട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. അർജുൻ്റെ വലം കൈയാണ് സന്ദീപ്. ഞാൻ അർജുൻ്റെ പെണ്ണായപ്പോൾ സന്ദീപ് എന്നെ പെങ്ങളായി ഏറ്റെടുത്തു. അവളുടെ മനസ്സിൽ ചോദ്യങ്ങൾ കുമിഞ്ഞുകൂടി. പോകുന്നതിന് മുമ്പ് അർജുൻ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുള്ളൂ, നിന്നെക്കുറിച്ച്. പെങ്ങളെ നോക്കിക്കൊള്ളണേന്ന്. അവളുടെ നിറഞ്ഞു വന്ന കണ്ണുകൾ അനുസരണയില്ലാതെ ഒഴുകി. പെങ്ങളെ പോലെയല്ല, പെങ്ങളായിട്ട് തന്നെ നോക്കാൻ തീരുമാനിച്ചു. മനസ്സിലൊരു തരം നിർവികാരത മാത്രമാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നാളുകൾ കഴിയും തോറും അനിരുദ്ധ എനിക്ക് സുഹൃത്തായി, കാമുകനായി, പ്രാണനായി. എന്തെങ്കിലും ഒരു ദിവസം അർജുനേക്കാളേറെ നീ എന്നെ സ്നേഹിക്കും. അന്ന് ഞാൻ നിന്നെ സ്വന്തമാക്കുകയുള്ളൂ.
ആദ്യമായി അനിരുദ്ധ് പറഞ്ഞ വാക്കുകളാണ്. ചുമരിൽ മാലയിട്ട് വെച്ചിരിക്കുന്ന അർജുന്റെ ചിത്രത്തിലേക്ക് ഒരിക്കൽ കൂടി നോക്കി. അനിരുദ്ധിന്റെ നെഞ്ചിൽ തലയാഴ്ച കിടക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ എന്റെ സന്തോഷത്തിൽ അർജുനും സന്തോഷിക്കുന്നുണ്ടാവുമെന്ന് തോന്നി. അപ്പോഴും അനിരുദ്ധിന്റെ മനസ്സിൽ അർജുനോട് നന്ദി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.